മമ്പുറം തങ്ങളും അയ്യങ്കാളി സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയ വായനകൾ എന്ന വളരെ കൃത്യമായ തലക്കെട്ടിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാനൽ ഡിസ്കഷനിൽ ഡിസ്കഷൻ മോഡറേറ്റ് ചെയ്യുന്ന ഫ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അനീസ് കൊണ്ടോട്ടി, പരിപാടി നേതൃത്വം നൽകിക്കൊണ്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഏറ്റവും സ്നേഹാധീനരായിട്ടുള്ള സഹപ്രവർത്തകർ, പാനലിസ്റ്റുകളായി നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും സ്നേഹാധീനനായിട്ടുള്ള കെ ബാബുരാജേട്ടൻ, അതുപോലെ താഹിർ ജമാൽ കെയും, ഡോക്ടർ മൊയ്ൻ മലയമ്മ, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഇവിടെ പാനൽ ഡിസ്കഷനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മമ്പുറം തങ്ങളും അയ്യങ്കാളിയും എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ആ ഒരു സമയത്ത് തന്നെ ഒരുപക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ടൈറ്റിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ഫെയറുകളൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്തൊക്കെ വലിയ അന്വേഷണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടും ആ പ്രോഗ്രാമിലെ പാനൽ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായൊക്കെ ബന്ധപ്പെട്ട് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ആയി ചില വലിയ സന്തോഷം നൽകുന്ന അന്വേഷണങ്ങൾ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അത് എപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ന്യൂനപക്ഷ കീഴാള സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധാനത്തിൻ്റെ അതിൻ്റെ ഒരു പലതരം അതിൻ്റെ വ്യത്യസ്തതരം സാധ്യതകൾ, അതിൻ്റെ വ്യത്യസ്തതരം അടരുകളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള അക്കാഡമിക് പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നതും അതിൽ ഭാഗമാവുക എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ള, അതോടൊപ്പം തന്നെ അഭിമാനമുള്ള ഒരു സംഗതി കൂടിയാണെന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടി ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, കേരള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിനകത്ത് ഇന്നും കേരളത്തിലാണെങ്കിലും സവിശേഷമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുപ്രധാനമായി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാജ്യം അനുഭവിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ വിഷയമെന്ന് ചോദിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ജാതീയത എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ജാതീയപരമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് അതല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സാമൂഹിക രാഷ്ട്രീയ പൊതുമണ്ഡലത്തിനകത്ത് ജാതിയും അതോടൊപ്പം തന്നെ ദളിത് നേതാക്കന്മാർ അല്ലെങ്കിൽ ദളിത് പോരാളികൾ, മുസ്ലിം നവോത്ഥാന പോരാളികൾ എന്ന പേരിൽ മാത്രം കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിം ആചാര്യന്മാർ, മുസ്ലിം നേതൃത്വം എന്ന പേരിൽ മാത്രം ഒരു മുസ്ലിം ആചാര്യന്മാരായി മാത്രം കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ ജാതിയെ അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുമണ്ഡലത്തെ നിരന്തരമായി മറ്റൊരു രീതിയിൽ തിരുത്തലുകൾ സാധ്യമാക്കുകയും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ചലനങ്ങൾ ഈ ഇവിടുത്തെ ചരിത്രത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം കൂടിയായി നമുക്കിത്തരം ചർച്ചകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അയ്യങ്കാളിയും മമ്പുറം തങ്ങളും അവരുടെ ചരിത്രാന്വേഷണത്തിൽ ഒരുപാട് സാമ്യതകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അയ്യങ്കാളി വലിയ രീതിയിൽ അയ്യങ്കാളിയാണെങ്കിലും അതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ ജാതിയുമായി ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾ നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെയും തന്നെ കേരളത്തിന്റെ പൊതു ചരിത്രത്തിൽ അല്ലെങ്കിൽ സോകോൾഡ് ചരിത്രത്തിൽ എത്രമാത്രം സ്ഥാനം ലഭ്യമായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സിലബസുകളിൽ, ഇവിടുത്തെ പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എഴുതപ്പെട്ട സോകോൾഡ് ചരിത്ര നിർമ്മിതിയിൽ
പൊതു എന്നറിയപ്പെടുന്ന ചരിത്ര നിർമ്മിതിയിൽ എത്രത്തോളം ഇടം നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ തന്നെ അതിന് തെളിവായിട്ട് അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പക്ഷം മാത്രം ഉണ്ടായിരുന്ന സവർണ ജനവിഭാഗങ്ങളുടെ അവർക്കിടയിൽ നിലനിന്നിരുന്ന സതി, അവർക്കിടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അനാചാരങ്ങൾ, അവരുടെ ആചാരവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനാചാരങ്ങൾ, ഇതിനൊക്കെ എതിരെ നടന്ന പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നവജാഗരണം സംഭവിച്ച് അവർ അവരുടെ സവർണ വിഭാഗങ്ങൾക്കകത്ത് മാത്രം സാധ്യമായിട്ടുള്ള പലതരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളാണ് ചരിത്രത്തിൽ, മുഖ്യധാരാ ചരിത്രത്തിന്റെ നവോത്ഥാനങ്ങളുടെ കള്ളികോളങ്ങളിലും പാഠപുസ്തകങ്ങളിലും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാജാ റാംമോഹൻ റായിയെ പോലെ സതിയുമായി ബന്ധപ്പെട്ട് സതി നിരോധനം ഉൾപ്പെടെയുള്ള വളരെ കുറഞ്ഞ പക്ഷം ആളുകൾ മാത്രം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. സതി നിരോധനം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നവോത്ഥാന ചരിത്രമായി അടയാളപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് അയ്യങ്കാളിയും മമ്പ്രം തങ്ങളൊക്കെ നയിച്ച ഈ രാജ്യത്തെ ഈ സമൂഹത്തിലെ ഏറ്റവും രൂഢമൂലമായി നിലനിന്നിരുന്ന ശ്രേണീബന്ധിതമായ ജാതി വ്യവസ്ഥയും ആ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്നിരുന്ന വളരെ ശക്തമായിട്ടുള്ള ക്രൂരമായ സാമൂഹിക വിവേചനങ്ങളും സകലമാന ആവിഷ്കാരങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കും വിധം, അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ടും അവരെ പോരാട്ട വഴികളിലേക്ക് കൊണ്ടുവരികയും ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികൾക്കു നേരെ ഈ ഒരു സാമൂഹികമായ ശക്തി സംഭരിച്ചുകൊണ്ട് അത്തരത്തിൽ ആത്മീയപരവും സാമൂഹികപരമായിട്ടുള്ള ശക്തി സംഭരിച്ചുകൊണ്ട് കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ വരെ നയിച്ച ഒരു ഇടത്ത് അത്തരത്തിൽ നേതൃത്വം നൽകിയ മനുഷ്യർ ഒരിക്കലും ഇവിടുത്തെ മുഖ്യധാരാ ചരിത്രത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം ചർച്ചകൾ നയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇവിടുത്തെ മുഖ്യധാര പറയുന്ന പ്രധാനപ്പെട്ട സുപ്രധാന ചരിത്രങ്ങളിൽ ഇത് അടയാളപ്പെടുത്താതെ പോവുകയും അതിന്റെയൊക്കെ അപ്പുറത്ത് ഒരു വെറും ലോക്കലായി മാത്രം മമ്പ്രം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മമ്പ്രം പ്രദേശവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ മലബാറിലെ തന്നെ മലപ്പുറത്തെ കുറച്ച് പ്രദേശങ്ങൾ, തിരൂരങ്ങാടി ഉൾപ്പെടെയുള്ള കുറച്ച് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടോ, ഏറിപ്പോയാൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട് മാത്രം പഠിക്കപ്പെടുന്ന ഒരു അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്ന അങ്ങനെ ചരിത്രം അടയാളപ്പെടുത്തിയ ഒരു മത ആചാര്യൻ മാത്രമായി എങ്ങനെയാണ് മമ്പ്രം തങ്ങൾ പരിണമിച്ചത് എന്നുള്ളതാണ്. അത് തന്നെയാണ് അയ്യങ്കാളിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അയ്യങ്കാളിയുടെ ചരിത്രം, അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരം നയിച്ച സമരനായകൻ എന്ന രീതിയിലാണ് പാഠപുസ്തകങ്ങൾ അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കുന്നത്. അതിനപ്പുറത്ത് അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആ സമരത്തിന്റെ പരിപ്രേക്ഷ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സമരത്തിന്റെ പ്രചോദനം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സമരം സമൂഹത്തിൽ രൂപപ്പെടുത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പരിവർത്തനം എന്തായിരുന്നു, അത് ആ പല ശ്രേണിബന്ധിതമായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾക്ക് അത് ഏൽപ്പിച്ച ആഘാതത്തിന്റെ ശക്തി എന്തായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് സമൂലമായിട്ടുള്ള പഠനങ്ങളും സമൂലമായിട്ടുള്ള രേഖകളും വേണ്ട ഒരിടത്ത് വെറും വില്ലുവണ്ടി സമരം, ആ സമരത്തെ പോലും ന്യൂനീകരിച്ചുകൊണ്ട് വില്ലുവണ്ടി സമരം നയിച്ച നായകൻ അയ്യങ്കാളി ഒന്നോ രണ്ടോ വരികളിൽ പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളെ ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളായി മാറേണ്ട വ്യക്തിത്വമാണോ അയ്യങ്കാളിയുടേത്, അല്ലെങ്കിൽ അത്തരം പോരാട്ടമാണോ അയ്യങ്കാളി നയിച്ചത് എന്നുള്ളതാണ് ഇത്തരം ചർച്ചകളിലൂടെയും ഒക്കെ നമുക്ക് വിളിച്ചു പറയുവാനുള്ളത് എന്നതാണ്. മമ്പ്രം തങ്ങളും അയ്യങ്കാളിയും തമ്മിലുള്ള ഈ ഒരു സംഗതികളിലെ സാമ്യതകൾ, അനേകം സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. ചേരൂർ സമരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മുട്ടിച്ചർ കലാപവുമായി ഒക്കെ ബന്ധപ്പെട്ടും നമുക്ക് ആവശ്യമായി എന്തുകൊണ്ട് വലിയൊരു കൺവേർഷൻ, ഇവിടെ നിലനിന്നിരുന്ന ദളിത് കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ കൺവേർഷന് വലിയൊരു ധാര തന്നെ രൂപപ്പെടുകയുണ്ടായി. ആ ഒരു സമയത്ത് ഈ ജനവിഭാഗങ്ങൾക്ക് ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി മുട്ടിച്ചിറയിൽ മമ്പ്രം തങ്ങൾ, സയ്യിദ് അലവി തങ്ങൾ സ്ഥാപിച്ച പള്ളി, ആ പള്ളിയിലേക്കുള്ള വഴി ഒരു ജന്മിയുടേതായിരുന്നു. അത് ഇവർക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെ അതിരുകൾ വെച്ചിരുന്ന ഒരിടത്തിലൂടെയായിരുന്നു ആ പള്ളിയിലേക്കുള്ള വഴി എന്നുള്ളത് കൊണ്ട് ആ ജന്മി അതിനെ പ്രശ്നവൽക്കരിക്കുകയും ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി മുട്ടിച്ചിറ പള്ളിയിൽ ആരാധന നിർവഹിക്കാൻ എത്തിയ കൺവേർട്ടഡ് ആയിട്ടുള്ള ഈ മനുഷ്യ വിഭാഗങ്ങൾ, ഈ മനുഷ്യരെ
ക്രൂരമായിട്ട് കൊല ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ആ ഒരു ജാതീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ മമ്പുറം തങ്ങൾ തന്റെ അനുയായികളോട് പറയുന്നത്, നമുക്ക് രക്തസാക്ഷിത്വം ലഭിക്കണമെങ്കിൽ ഈ ഒരു സംഗതി, ഈ ഒരു കിരാത കൃത്യം നടത്തിയ ആളുകളെ അവർക്കെതിരെ പോരാട്ടം നയിച്ച് രക്തസാക്ഷികളായാൽ മാത്രമേ നമുക്ക് രക്തസാക്ഷിത്വത്തിന്റെ പുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് ആത്മീയമായ ഒരു പ്രതലത്തിൽ നിന്ന് ജാതിക്കെതിരെയുള്ള പോരാട്ടം നയിക്കുവാനുള്ള പ്രചോദനം തന്റെ അനുചരന്മാർക്ക് അല്ലെങ്കിൽ തന്റെ പിൻഗാമികൾക്ക്, തന്നോടൊപ്പമുള്ള പോരാട്ടം നയിക്കാൻ കെൽപ്പുള്ള മനുഷ്യരോട് പ്രചോദനം നൽകിക്കൊണ്ട് സംസാരിക്കാൻ, അത്രമാത്രം ആത്മീയ തലത്തെ അല്ലെങ്കിൽ വിശ്വാസ തലത്തെ സാമൂഹിക തലവുമായി പൊതുവിടവുമായി കണക്ട് ചെയ്യുവാൻ കഴിയുകയും ആ സാമൂഹിക തലത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ തന്നോടൊപ്പം അണിനിരക്കുന്ന മനുഷ്യരെ വിശ്വാസത്തിന്റെ പ്രതലത്തിൽ, ഇസ്ലാം എന്ന് പറയുന്ന അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതലത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ മനുഷ്യർക്ക് വേണ്ടി സംവദിക്കുവാനും പോരാടുവാനും, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് രക്തസാക്ഷിത്വം ലഭിക്കണമെങ്കിൽ നമ്മൾ ജാതിക്കെതിരെ പോരാടണം, അല്ലെങ്കിൽ ഇവിടെ മുട്ടിച്ചിറയിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ഘാതകർക്കെതിരെ നമ്മൾ പോരാട്ടം നയിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രക്തസാക്ഷിത്വത്തിന് പരിപൂർണത ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടം മുട്ടിച്ചിറയിൽ മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ നിലകൊള്ളുന്നത്. ഈ ഒരു സാമ്യത തന്നെയാണ് നമുക്ക് വില്ലുവണ്ടി സമരത്തിൽ വഴി നടക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട അയിത്തം കൽപ്പിച്ച ഒരു ജനവിഭാഗത്തിന്റെ ആവിഷ്കാരത്തിന് വേണ്ടി, അവരുടെ നീതിക്ക് വേണ്ടി, അവരുടെ സാമൂഹ്യ തുറവിക്ക് വേണ്ടി അയ്യങ്കാളിൽ നടത്തിയ വില്ലുവണ്ടി സമരത്തിന്റെ പിന്നിലുള്ള അതിന്റെ അതേ ഒരു ലക്ഷ്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ നയിച്ച അതേ ചേതോവികാരം തന്നെയായിരുന്നു മമ്പുറം തങ്ങളെയും അത്തരം ഒരു പോരാട്ടത്തിലേക്ക് ഒരു ജനവിഭാഗത്തെ അണിനിരത്താൻ പ്രചോദനം നൽകിയതെന്ന് പറയുന്നത്. ചേരൂർ കലാപത്തിലും നമുക്ക് ആ ഒരു സാമ്യത കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വന്നത്, വിശ്വാസത്തിന്റെ പ്രതലത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ, തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിലനിന്നുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള ആ ഒരു ഉണർവ് നൽകിക്കൊണ്ട് സാമൂഹിക ഇടങ്ങളെ ശുദ്ധീകരിക്കുന്നതിന്, അല്ലെങ്കിൽ സാമൂഹിക ഇടങ്ങളിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെയും അനീതിയെയും തുടച്ചു നീക്കുവാൻ, അതിലൂടെ രക്തസാക്ഷിത്വം സാധ്യമാകണമെങ്കിൽ അതിനുള്ള ഒരു ശക്തിയായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗമായിട്ട് ജാതീയമായിട്ടുള്ള ഘടനയെ ചോദ്യം ചെയ്യുവാനും അതോടൊപ്പം തന്നെ അതിനെ സഹായിക്കുകയും ബ്രിട്ടീഷ് കൊളോണിയൽ ബന്ധത്തെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് വളരെ ശക്തമായ ഐതിഹാസികമായിട്ടുള്ള കൊളോണിയൽ വിരുദ്ധ പോരാട്ടം നയിക്കാൻ മലബാറിലെ ജനവിഭാഗങ്ങളെ പ്രാപ്തരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നതിൽ മമ്പുറം തങ്ങൾക്ക് വലിയ സ്ഥാനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അയ്യങ്കാളി സമൂഹത്തിൽ ചെയ്തു വെച്ച സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കീഴാള ജനവിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനും സാമൂഹിക നീതിക്കും ശ്രേണീബന്ധിതമായ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്കും അതേ സാമ്യത നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഡിസ്കഷനുകളെ പ്രസക്തമാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സോക്കോൾഡ് പൊതുബോധത്തെ തിരുത്തിയറിയാൻ, ഇവിടുത്തെ സിലബസുകളെയും ഇവിടുത്തെ പാഠപുസ്തകങ്ങളെയും ഇവിടുത്തെ ചരിത്രത്തെയും ഒക്കെ അപനിർമ്മിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ തിരുത്തുവാൻ, അല്ലെങ്കിൽ നിർബന്ധമായും അല്ലെങ്കിൽ മായ്ക്കപ്പെടുന്ന മറവിയിലേക്ക്, സെലക്റ്റീവായിട്ടുള്ള അംനേഷ്യയിലേക്ക് വിധേയമാക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അതിന്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളും പോരാട്ടങ്ങളും അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ കൂടി അതിന്റെ ശക്തി വിളിച്ചോതുന്നു, അല്ലെങ്കിൽ അതിന്റെ ഓർമ്മപ്പെടുത്തലുകൾ, തിരുത്തലുകൾ, ഞങ്ങൾ ഇതിൽ നിന്ന് രാജിയാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന സോക്കോൾഡ് ചരിത്രത്തോട് സന്ധി ചെയ്യുവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ മർക്കിട മുഷ്ടിക്ക് മുമ്പിൽ രാജിയാകുവാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കുവാനുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി ഏറ്റവും സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഫ്രറ്റേണിറ്റി.